സ്പാനിഷ് ലാലിഗയിൽ സീസണിൽ ഏവരെയും അസൂയപ്പെടുത്തുന്ന കുതിപ്പാണ് ജിറോണ നടത്തിയത്. 2016 അവിശ്വസനീയമായ കുതിപ്പോടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കിരീടം ചൂടിയ ലെസ്റ്റർ സിറ്റിയുടെ അത്ഭുതം സ്പാനിഷ് ലീഗിൽ ജിറോണയും ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഫുട്ബോൾ ലോകം. എന്നാൽ ലീഗ് പകുതി പിന്നിട്ടതോടെ ജിറോണയ്ക്ക് ചെറുതായൊന്ന് കാലിടറി. റയലുമായുള്ള കിരീടപ്പോരിൽ പിന്നോട്ടു പോകേണ്ടി വന്നെങ്കിലും ബാഴ്സയ്ക്ക് മുന്നിലായി ലീഗിൽ രണ്ടാമതുണ്ട്. ശനിയാഴ്ച നടന്ന മത്സരത്തിൽ ബാഴ്സയെ തകർത്തതോടെ ജിറോണ ക്ലബിന്റെ ചരിത്രത്തിൽ ആദ്യമായി ചാമ്പ്യൻസ് ലീഗ് യോഗ്യതയും ഉറപ്പിച്ചു. ജയത്തോടെ ലീഗിൽ അഞ്ചാമതുള്ള അത്ലറ്റിക്കോ ക്ലബിനേക്കാൾ 13 പോയിന്റിന്റെ ലീഡായി. ഇനിയുള്ള 4 മത്സരങ്ങൾ തോറ്റാലും ജിറോണ ആദ്യ 4-ൽ തന്നെ ഉണ്ടാകും. ലീഗിലെ ആദ്യ 4 സ്ഥാനക്കാരാണ് ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടുക. നിർണായക മത്സരത്തിൽ ബാഴ്സയെ 4-2 ജിറോണ അവരുടെ ഹോം ഗ്രൗണ്ടിൽ നിലംപരിശാക്കിയത്. സീസണിൽ ജിറോണ 2ാം തവണയാണ് ബാഴ്സലോണയെ തോൽപ്പിക്കുന്നത്. 1930 സ്ഥാപിതമായ ജിറോണ ഫുട്ബോൾ ക്ലബ് 1999 വരെ സ്പെയിനിലെ 5ാം ഡിവിഷനിലായിരുന്നു. അടുത്ത വർഷം 4ാം ഡിവിഷനിലെത്തി. 2004 3ാം ഡിവിഷനിൽ, 2008 2ാം ഡിവിഷനിൽ, 2017 1ാം ഡിവിഷനായ ലാലിഗയിലേക്ക് യോഗ്യത നേടുന്നത്. 2017-18 സീസണിൽ 10ാം സ്ഥാനത്താണ് ക്ലബ് ഫിനിഷ് ചെയ്തത്. തൊട്ടടുത്ത വർഷം തരം താഴ്ത്തപ്പെട്ടു. 2022 വീണ്ടും ലാലിഗയിലെത്തുന്നത്. സീസണിൽ 10ാം സ്ഥാനത്തായിരുന്നു. 2017 സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പ് ഏറ്റെടുത്തതിനു ശേഷമാണ് ജിറോണയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടത്. സിറ്റി ഗ്രൂപ്പിന്റെ കുടക്കീഴിലായതോടെ സാമ്പത്തിക പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് മൈതാനത്തും പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന അന്വേഷണത്തിനൊടുവിലാണ് മിഷേൽ എന്ന പരിശീലകനിലെത്തുന്നത്. 2021 അദ്ദേഹം ടീമിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന കുതിപ്പാണ് ഈ സ്പെയിൻ പരിശീലകന് കീഴിൽ ജിറോണ നടത്തിയത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.